മലയാള സിനിമയിൽ നിരവധി താരങ്ങൾ ആത്മഹത്യയ്ക്ക് ഇരയായിട്ടുണ്ട്. അതിൽ പലതും കാരണങ്ങൾ വ്യക്തമാകാതെ ഇന്നും തുടരുകയാണ്. ദുരൂഹത നിറഞ്ഞ 5 മലയാള നടിമാരുടെ മരണം. റാണി പത്മിനി 1981 മുതൽ 86 വരെ 5 വർഷങ്ങൾക്കിടയിൽ ഏറെ പ്രശസ്തമായ 61 സിനിമകളിൽ അഭിനയിച്ച നടിയാണ് റാണി പത്മിനി. മലയാള ഭാഷയിൽ മാത്രമല്ല അന്യഭാഷയിലും താരം നിറഞ്ഞു നിന്നിരുന്നു. മലയാളത്തിൽ തുഷാരം, കുയിലിനെ തേടി, സംഘർഷം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ ഏറെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. റാണി പത്മിനിയുടെ 24-ാം വയസ്സിൽ അവർ ഒരു ക്രൂര കൊലപാതകത്തിന് ഇരയായി മാറുകയായിരുന്നു. മലയാളത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച ഏറെ സിനിമകളിൽ താരം അഭിനയിച്ചു. പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങിയ താരം തമിഴ്, തെലുങ്ക് പടങ്ങളിൽ നല്ല വേഷങ്ങൾ ലഭിച്ചു. സിനിമയിൽ നിന്നും അനുബന്ധ പ്രക്രിയയിൽ നിന്നും ആവശ്യത്തിലധികം പണം ലഭിച്ചു തുടങ്ങിയപ്പോൾ ആഡംബര ജീവിതം തുടങ്ങി. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ഏതു വിധത്തിലുള്ള എക്സ്പോസ് രംഗങ്ങളും ചെയ്യാൻ മകൾ തയ്യാറാണെന്ന് ഇന്ദിരാദേവി തന്നെ സംവിധായകരെ അറിയിച്ചതോടെ നിരവധി അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി. വീടും വലിയ കാറും ആഭരണങ്ങളുമായി ആഡംബര ജീവിതം നയിച്ച അവർക്ക് ജോലിക്കാരെ കൂടി ആവശ്യമെന്ന നിലയിൽ പത്രത്തിൽ പരസ്യം കൊടുത്തു. വാച്ച്മാൻ, ഡ്രൈവർ, കുക്ക് എന്നീ തസ്തികകളിലേക്കാണ് ആളുകളെ ക്ഷണിച്ചത്. എന്നാൽ ജോലിക്കായി വന്നവരെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളായിരുന്നു. തനിച്ച് താമസിക്കുന്ന റാണി പത്മിനിയും അമ്മ ഇന്ദിരയുടെയും കൈവശം അളവില്ലാതെ സ്വർണവും പണവും ഉണ്ടെന്ന് മനസ്സിലാക്കിയ ജോലിക്കാർ ഇരുവരെയും ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. റാണിയുടെ അമ്മയായ ഇന്ദിരയെ കൊലപ്പെടുത്തിയ ശേഷം മകൾ റാണിയെ മാറി മാറി ബലാത്സംഗം ചെയ്യുകയും കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. രണ്ടുപേരും മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അക്രമികൾ അക്കാലത്ത് 15 ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണവും പണവും കവർന്നെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് അഴുകി ജീർണിച്ച ശവശരീരങ്ങൾ പോലീസ് കണ്ടെത്തിയത്. ശ്രീദേവി. ഇന്ത്യൻ സിനിമയിലെ ഐക്കോണിക് നായികയാണ് ശ്രീദേവി. മലയാളം മുതൽ ബോളിവുഡ് വരെ നിറഞ്ഞു നിന്ന ശ്രീദേവി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ്. അഴകിൻ്റെ പര്യായമായിരുന്നു ശ്രീദേവി. ശാലീന സൗന്ദര്യവും വിടർന്ന കണ്ണുകളും വിടർന്ന പുഞ്ചിരിയുമുള്ള നടി. എന്നാൽ ഏറ്റവും വലിയ വിവാദമായിരുന്നു ശ്രീദേവിയുടെ മരണം. ആത്മഹത്യയെന്നും കൊലപാതകമെന്നും വ്യാഖ്യാനങ്ങൾ വന്നു. സംശയത്തിൻ്റെ നിഴലിൽ ശ്രീദേവിയുടെ വിയോഗം. ദുബായിലെ ഒരു ഹോട്ടലിലെ കുളിമുറിയിലായിരുന്നു താരസുന്ദരിയുടെ മരണം. ഹൃദയാഘാതമാണ് മരണകാരണമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. കുളിമുറിയിലെ ബാത്ടബിൽ മുങ്ങി മരിക്കുകയായിരുന്നു എന്ന് മറ്റൊരു നിഗമനം. ശ്രീദേവിയുടെ തലയിലുണ്ടായിരുന്ന മുറിവ് കൊലപാതകമാണെന്നും വരുത്തി തീർത്തു. ശ്രീദേവിയുടെ രക്തത്തിൽ മദ്യത്തിൻ്റെ അംശമുണ്ടെന്ന് തെളിഞ്ഞപ്പോൾ താരത്തിൻ്റെ മരണം ആത്മഹത്യയാണെന്ന് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു. പല നിഗമനങ്ങൾക്കൊടുവിൽ ശ്രീദേവിയുടെ മരണം സ്വാഭാവികമെന്ന നിലയിൽ അന്വേഷണം അവസാനിപ്പിച്ചു. ദിവ്യ ഭാരതി. 90 കാലഘട്ടങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയാണ് ദിവ്യ ഭാരതി. മലയാള സിനിമയിൽ അഭിനയിക്കാതെ തന്നെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ദിവ്യ ഭാരതി. ജൂനിയർ ശ്രീദേവി എന്നും അക്കാലത്ത് ദിവ്യ ഭാരതിയെ വിശേഷിപ്പിച്ചു. സിനിമയിൽ കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു അസാധാരണമായ അവരുടെ മരണം സംഭവിച്ചത്. അവരുടെ 19-ാം വയസ്സിലാണ് ദുരൂഹ സാഹചര്യത്തിലുണ്ടായ മരണം സംഭവിച്ചത്. അതിലെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ ഇനിയും തെളിയിക്കപ്പെടാത്തതാണ്. 1993 ഏപ്രിലായിരുന്നു ദുരൂഹ സാഹചര്യത്തിൽ ദിവ്യ മുംബൈയിലെ ഫ്ലാറ്റിൽ നിന്നും വീണ് മരിക്കുന്നത്. ദിവ്യ ഭാരതിയുടെ മരണം സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് എഴുതിത്തള്ളി. എന്നിരുന്നാലും കെട്ടിടത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും ദിവ്യയ്ക്കില്ല. കാൽ വഴുതി വീഴാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല എന്നും ആരാധകർ വാദിച്ചു നോക്കി. മുംബൈ അന്ധേരിയിലെ ഫ്ലാറ്റിൽ നിന്നും മദ്യലഹരിയിൽ വീണു മരിക്കുകയായിരുന്നെന്ന് പറയപ്പെടുന്നു. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം 1998 വരെ നീണ്ടുവെങ്കിലും അവസാനിക്കുക തന്നെ ചെയ്തു. മയൂരി. ആകാശഗംഗ, സമ്മർ ഇൻ ബത്ലഹേം, പ്രേം പൂജാരി, അരയന്നങ്ങളുടെ വീട്, ചന്ദമാമ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് മയൂരി. മയൂരിയുടെ ആകാശഗംഗ എന്ന ചിത്രത്തിലെ ഗംഗയുടെ കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. 22-ാമത്തെ വയസ്സിലാണ് മയൂരി സ്വയം ജീവനൊടുക്കിയത്. ദുരൂഹത നിറഞ്ഞ മയൂരിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണങ്ങളൊന്നും വ്യക്തമല്ല. ചെന്നൈയിലെ അണ്ണാനഗറിലെ വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു മയൂരി. ആത്മഹത്യാക്കുറിപ്പിൽ തൻ്റെ മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നും
ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നുമാണ് മയൂരി അവസാനമായി കുറിച്ചത്. മരണത്തിന് കുറേ ദിവസങ്ങൾക്ക് മുൻപ് താരത്തിന് വയറുവേദനയെ തുടർന്ന് മരുന്നുകൾ കഴിക്കുമായിരുന്നു. ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞ മയൂരി സ്വയം ജീവനെടുക്കുകയാണെന്നും പറയപ്പെടുന്നു. എന്നാൽ വിഷാദ രോഗമാണ് കാരണമെന്ന് മറ്റൊരു കൂട്ടർ. അക്കാലത്ത് മയൂരിയുടെ പേരിൽ ഒരു അശ്ലീല വീഡിയോയും പുറത്തു വന്നിരുന്നു. ആത്മഹത്യയുടെ പിന്നിലെ കാരണം ഇന്നും എന്തെന്ന് വ്യക്തമല്ല. മൊണാൽ ദക്ഷിണേന്ത്യൻ സിനിമകളിലെ മുൻനിര നായികയായിരുന്ന സിമ്രാൻ്റെ സഹോദരിയാണ് മൊണാൽ. അഭിനയിച്ച ഏതാനും ചിത്രങ്ങളിൽ പലതും ബോക്സ് ഓഫീസിൽ മിതമായ വിജയങ്ങൾ നേടിയവയായിരുന്നു. 2002 മൊണാലിൻ്റെ 21-ാം വയസ്സിലാണ് താരം മരിക്കുന്നത്. ചെന്നൈയിലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൊണാലിനെ കണ്ടെത്തിയത്. സിനിമയിൽ സജീവമായി നിൽക്കുമ്പോഴായിരുന്നു താരത്തിൻ്റെ അപ്രതീക്ഷിതമായ മരണം. മൊണാലിൻ്റെ മരണത്തിനു പിന്നിൽ കാമുകന് പങ്കുണ്ടെന്നുള്ള നിലയ്ക്ക് സിമ്രാൻ രംഗത്ത് എത്തിയിരുന്നു. എന്നാൽ തെളിവുകളൊന്നുമില്ലാത്തതുകൊണ്ട് കേസ് തള്ളിപ്പോവുകയായിരുന്നു.